എല്ലാറ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഉണ്ട്. വാല്യബിളാണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം. പ്രിയമുള്ളവരെ, ഖലീൽ ബുഖാരി അദ്ദേഹത്തിന്റെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് മുജാഹിദുകളുടെ വല്ല സമ്മേളനവും നടക്കുകയാണോ, ഇദ്ദേഹം അവരുടെ സ്റ്റേജിൽ വെച്ച് സംസാരിക്കുകയാണോ എന്നാണ്. കാരണം ഈ വാദം മുജാഹിദുകളുടെ വാദമാണ്, സമസ്തക്കെതിരാണ് ഈ വാദം. ഇദ്ദേഹം തന്നെ ഈ വാദത്തിനെതിരായി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം, ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ അത്ഭുതകരമാം വിധം ബദരീങ്ങളെ, നിങ്ങളല്ലാതെ മറ്റാരും രക്ഷയ്ക്കില്ല, അള്ളാഹുവിനെ പോലും വിട്ടുകളഞ്ഞു. ഇത് സ്വഹാബത്തിന്റെ മാതൃകയാണോ? പ്രിയമുള്ളവരെ, ഇത് മക്കത്തെ മുശ്രിക്കുകൾ പോലും ചെയ്യാത്ത പണിയാണ്. മക്കത്തെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ കടലിൽ അകപ്പെട്ടാൽ അവർ മുഖ്ലിസീന ലഹുദ്ദീൻ അഥവാ ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ ആ മതത്തിൽ പ്രവേശിച്ചുകൊണ്ട് ശുദ്ധ തൗഹീദിലായിക്കൊണ്ട് ആ ഫിത്രത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും. ഇനി കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയാലോ, കടലിൽ നിന്ന് കരയിലെത്തിയാൽ അവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ലാത്തക്ക്, ഉസ്സക്ക്, മനാത്തക്ക്, ഉസൈർ നബി അലൈഹി ഇസ്ലാമിന് വദ്ദിന്, സുവാഹിന്, യഹൂസിന്, യഹൂഖിന്, ഇങ്ങനെയുള്ള ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കും. അള്ളാഹുവിന്റെ കൂടെ അവരെയും വിളിച്ച് പ്രാർത്ഥിക്കും. സഹായത്തിന് വേണ്ടി ഈ മരണപ്പെട്ടു പോയ ആളുകളെയും വിളിക്കും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, സൂറത്ത് നിസാ 115-ാമത്തെ വചനത്തിൽ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലി മാ തവല്ല വനുസ്ലിഹ് ജഹന്നം വസാഅത് മസീറാ. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നു. അത് രണ്ടും കേട്ടും പഠിച്ചു മനസ്സിലാക്കിയ ആ സ്വഹാബത്തിന്റെ മാർഗം ആരെങ്കിലും അവലംബിച്ചില്ലെങ്കിൽ, അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ നുവല്ലി മാ തവല്ല, അവൻ പോകുന്ന വഴിയിൽ അവനെ തിരിച്ചുവിടും. ഇവിടെ സഹാബത്താണ് ഉദ്ദേശമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഇദ്ദേഹം ഓതിയ സൂറത്തുൽ ബഖറയുടെ 13-ാമത്തെ വചനത്തിൽ, വഇദാ ഖീല ലഹും ആമനൂ ഖമാ ആമനന്നാസ്, ആ അന്നാസ്, ആ ജനങ്ങൾ, ആ സത്യവിശ്വാസികളായിട്ടുള്ള ആ സ്വഹാബത്ത്, ആ മുഅ്മിനീങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ. അവരുടെ ജീവിതത്തിൽ നേർച്ച വഴിപാടുകളില്ല, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഉറൂസുകളില്ല, ആണ്ട് നേർച്ചകളില്ല, അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ ആളുകളെ വിളിച്ച് സഹായത്തിന് വിളിച്ചിട്ടില്ല, നബിദിനം കഴിച്ചിട്ടില്ല, അവർ ഹദ്ദാദ് റാത്തിബ് അവർക്ക് പരിചയമില്ല, മരണ വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ അവർക്ക് പരിചയമില്ല, അതേപോലെ തന്നെ കെട്ടിപ്പൊക്കിയ ജാറങ്ങളും ഉറൂസ് ഉത്സവങ്ങളും, അതേപോലെ തന്നെ സലാത്ത് മജ്ലിസുകളും ദിക്ർ അൽക്ക മജ്ലിസുകളും ഈ ആളുകൾ ഉണ്ടാക്കുന്നത് പോലെ സലാത്ത് കച്ചവടങ്ങളും ഈ സ്വഹാബത്തിന് പരിചയമില്ല. നിങ്ങൾ അതുപോലെ വിശ്വസിക്കൂ എന്ന് മുജാഹിദുകൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ ചോദിക്കും, മക്കത്തെ മുനാഫികൾ പറഞ്ഞ അതേ വാദം ഈ മൂഢന്മാരായ മുജാഹിദുകൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ എന്ന് ഈ ആളുകൾ എന്ന് പറയും. സമാനമായി അന്നത്തെ മുനാഫിക്കുകൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 137-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നെങ്കിൽ, അഥവാ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞിരുന്നു. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാണ്. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മാത്രം മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നോക്കൂ, ജൂതന്മാരുടെ ചര്യ, ക്രിസ്ത്യാനികളുടെ ചര്യ അവലംബിക്കുന്ന, നിഫാഖ് മനസ്സിൽ വെച്ച് പുലർത്തുന്ന, മുശ്രിക്കുകളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന, ഷിർക്ക് ചെയ്യുന്ന ഈ ആളുകൾ പറയും ഞങ്ങളാണ് ശുദ്ധ തൗഹീദിന്റെയും ഇസ്ലാമിന്റെയും വാഹകരും. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ വ്യാജ നിർമ്മിതി ഇവിടെ ഉണ്ടാകും. ആ വ്യാജ നിർമ്മിതിയാണ് സമസ്ത എന്നുള്ളത്. ഇവരുടെ ആളുകൾ എന്താണ് പഠിപ്പിക്കുന്നത്? സ്വഹാബത്തിന്റെ ചര്യ സ്വീകരിക്കണോ, ഖുർആനും സുന്നത്തും സ്വീകരിക്കണോ എന്നാണോ, അതിനെതിരായി ആണോ പഠിപ്പിക്കുന്നതെന്ന് ഇവരുടെ ഒരു പണ്ഡിതന്റെ സംസാരം തന്നെ നമുക്ക് കേൾക്കാം. അതൊന്നും നിങ്ങൾ കേട്ടു നോക്കും. നബി തങ്ങൾ ചെയ്തോ ചോദിച്ചു വരുമ്പോൾ ചാടി വെള്ളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാകൂന്നില്ല, ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല, ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ, അല്ലാതെ നബി തങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. മറ്റേ പുള്ളി പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെയാണ് സ്വീകരിക്കേണ്ടത്, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകൾ. പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ടാണ് മറ്റേ പുള്ളി പറഞ്ഞത്. ഈ പുള്ളി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ എന്ത് പറഞ്ഞു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉസ്താദന്മാരോ നേതാക്കന്മാരോ ഒക്കെ തരുന്നുണ്ടാവും, ക്യാപ്സൂൾ പോലെ അത് വിഴുങ്ങി അതിന് പിന്നാലെ കൂടിയാൽ മതി. പ്രിയമുള്ളവരെ, ഈ ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന്ത്യനാള് അടുക്കുമ്പോൾ കദ്ദാബൂന ദജ്ജാലൂന ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ, ഇതുപോലുള്ള ആളുകൾ വരും.
ജനങ്ങളെ വഴി തെറ്റിപ്പിക്കാൻ വേണ്ടിയും. സമസ്ത എന്നുള്ളത് നേരത്തെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാജ ഉൽപ്പന്നമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി, സമാനമായ ഇസ്ലാമിന് ഘടകവിരുദ്ധമായി ഇസ്ലാമിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉൽപ്പന്നം. മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.